ഇവിടെ ഇത് അരീക്കാടാണല്ലോ. എന്തൊക്കെ ഇൻകിലാബ് നടന്ന സ്ഥലം അത് അറിയാലോ. പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ. അരീക്കാട് എന്ന് പറയുമ്പോ തന്നെ കുറെ ഇബാറത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ആ മുക്കി എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ കൊടുക്കൊന്നും കിടക്കണില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മർഹൂം KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവരായിരുന്നല്ലോ ഒരു പക്ഷത്തുണ്ടായിരുന്നത്. ഇപ്പുറത്തോ ശിഷ്യനാണ് ഉണ്ടായിരുന്നത്. ഇതെന്താ കടക്കാത്ത ഒന്ന് കടന്നാച്ചി കടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കിക്കോ കേട്ടോ. ഇതെന്താ പറഞ്ഞ അമുക്കി കട്ടു അല്ലേ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് പറയാതെ പറയാവനെ നോക്കെ പറയും വേണം. എന്നാ പറയാൻ പാടില്ല. എന്നാ കേട്ടോ. ജങ്ങാനായിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജും നൗഷാദ് അൻവരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നാ കേട്ടോ മറുപടി. ആരാ ഇജിപ്പം പറഞ്ഞ അമുക്കിന്ന് പറഞ്ഞു. എന്നാ അമുക്കിയിട്ടില്ലാന്ന് പറഞ്ഞാൽ ആർക്കറിയോ? മഹാനായ സി എം വലിയുള്ളാഹി. എന്താ മനസ്സിലാക്കിയത്? മടവൂർ കാപ്പിലേക്ക് സംരക്ഷണം കൊടുത്താൽ പോരാ മോയന്താളെ. അതൊക്കെ കേട്ട് പഠിച്ചോളി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ എന്താ സി എം വലിയ പറഞ്ഞിരുന്നില്ലേ? അതിനെതിരെ ആരെ കൊണ്ടൊന്നും കാര്യമില്ല. പട്ടൂരികൾ ആരെ കൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ അവിടെ കൈകാര്യം ചെയ്യേണ്ടവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? കണ്ടോ മടവൂർ കാപ്പിലെ ക്ലിപ്പ് കണ്ടോ? കാണണം എല്ലാവരും പറഞ്ഞാൽ പോരാ. അങ്ങനെ എടുത്ത് കണ്ടു നോക്കിണ്ടി. AP ഉസ്താദ് ഷെയ്ഖുനടുത്ത് വരുന്ന കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള? എൻ്റെ ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അരീക്കാട് പള്ളീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. AP ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AP ഉസ്താദും അവേലത്ത് കുഞ്ഞി സീതിക്കോയ തങ്ങൾ ഒരു മാഷും, ഏത് മാഷ പേരൊന്നും എനിക്കറിയില്ല, ആ ഹസറത്തിൽ ബഹുമാനപ്പെട്ടവരെ ഹസറത്തിൽ ഞാനും ഉണ്ട് കാക്കുംപാത്ത്. അപ്പോൾ എല്ലാ രേഖകളുമായിട്ടാണ് വന്നത്. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ കട്ടിട്ടുമില്ല, നിങ്ങളെ ഞാൻ നോക്കും, നിങ്ങൾ നയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് പൈസ കൊടുത്ത ആൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ, കുലൈബ് എന്ന് പറഞ്ഞൊരു അറബിയായിട്ടാണ്. ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ആ കുലൈബിനെ ഹയാത്താക്കുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. CM വലിയുള്ളാഹി AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷം AP ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് ക്ഷീണവും കുഴക്കൂതൊക്കെ ഉണ്ടെന്ന് പറയുമ്പം AP ഉസ്താദിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ കോടാനക്കോടി ഷെഹറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹിര്യങ്ങൾ. ആരൊക്കെയാണ് അറിയോ? പല പേരുകളും പറഞ്ഞു, പാണര്, പൊലയര്, ചെറുമര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ. അതൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ബാത്തിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇരുത്തുണ്ട്. അതിനുശേഷം വീണ്ടും വന്ന് ഡയറക്റ്റ് കേട്ടതാ. അതിനുശേഷം വീണ്ടും വന്നപ്പം പറഞ്ഞ് അതേമാതിരി തന്നെ കോടാനക്കോടി ഷെഹറുകളുണ്ട്, അതൊക്കെ ഞാൻ ഇപ്പോൾ ബാത്തിലാക്കുന്നില്ല, സാഹിര്യങ്ങളുടെ തല വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പറയണ ആരറിയോ? മൂപ്പന്റെ മകൻ അദ്ദുക്ക. മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ട് സി എം വലിയ പറഞ്ഞേ നിങ്ങൾ കട്ടിട്ടില്ല, അതിന് സംരക്ഷണം കൊടുത്തു, ഞാൻ സംരക്ഷിക്കുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ അരീക്കാട് പള്ളി പ്രസിഡന്റ് വരി വരാണ്ടറിഞ്ഞാലോ പറയാൻ നോക്കിക്കണേ. പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവസാനത്തെ ബസ്സിലേക്ക് നിങ്ങൾ സി എം വലിയ അല്ലെങ്കിൽ എന്ത് വന്നാലോ അവിടെ പറയാൻ നോക്കില്ലേ? നൗഷാദ് നോക്കിയിട്ടുണ്ട്. പിന്നെ EK ഉസ്താദ് സംരക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ആളാണ്ട്. പക്ഷേ EK ഉസ്താദിന് മുമ്പ് സംരക്ഷണം കൊടുക്കുന്നത് സി എം വലിയ നോക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് അരീക്കാട് പള്ളി പ്രശ്നം പറഞ്ഞാ ഞാനേ നോക്കി. ഞാൻ അരീക്കാട് പ്രസംഗം തന്നെ കേൾക്കാൻ കാരണം എന്താ അറിയോ? ഇവര് ഇതിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോക്കാൻ വേണ്ടി എന്നിട്ട് ബൈക്ക് കടക്കുന്നില്ല. കടക്കാൻ നമുക്ക് പൂതിണ്ട്, കടക്കുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കിക്കോ. മടവൂർ കാപ്പിലെ കാണുന്ന പറഞ്ഞാൽ പോരാ, അതൊക്കെ കേട്ട് വെക്കണം കേട്ടോ. മാത്രമല്ല വട്ടൂരികൾ ഇപ്പോൾ പറഞ്ഞെടുക്കണ്ടേ AP ഉസ്താദ് CM വലിയുള്ളാഹിന്റെ അകപ്പാടെ പോയത് ഒന്ന് വേർപ്പിന്റെ പ്രശ്നം പറഞ്ഞു ഒരു വട്ടം, പിന്നെ സംവാദത്തിന് ചോദിക്കാൻ പോയെന്നല്ലാതെ ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുത്തി തീർക്കേണ്ടത്. എന്നാൽ പല പ്രാവശ്യം AP ഉസ്താദ് CM വലിയുള്ളാഹി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അബ്ദുക്ക കണ്ടത് ഇയാൾ പറയുന്നുണ്ട്. അതിന് മനസ്സിലാക്കണം. CM വലിയുള്ളാഹിയായിട്ട് AP ഉസ്താദിന്റെ ബന്ധം ഇയാൾ പറയുന്നുണ്ട്. CM വലിയുള്ളാഹി AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷം AP ഉസ്താദ് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനുണ്ടായിട്ടുണ്ട്. അപ്പം വീട്ടില് ഇപ്പൊ ഇവര് പറഞ്ഞെന്താ അറിയോ? നൗഷാദ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അരീക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വേർപ്പ് മാറ്റാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ സംവാദത്തിന് സംബന്ധം ചോദിക്കാൻ പോയി. ആ ബന്ധമല്ല EK ഉസ്താദിനുള്ള നിരന്തരം ബന്ധമായിരുന്നു. AP ഉസ്താദിന്റെ ബന്ധം കുറക്കാൻ നോക്കുന്നുണ്ട് ഇപ്പം. മനസ്സിലായോ? അത് നമ്മൾ വേറെ കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരിക്കൽ നിങ്ങൾ ആ ഇപ്പോഴത്തെ ബസ്സിലുണ്ടല്ലോ അതിനടക്കം നമ്മൾ പറയും, അടക്കം കിട്ടും നമ്മൾ ഇൻഷാ അല്ലാഹ്. കണ്ടോളി.